നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ. പ്രധാന വാർത്തകൾ. ആലപ്പുഴയിൽ വൻ കഞ്ചാവ് വേട്ട. 18 കിലോ കഞ്ചാവുമായി 3 യുവാക്കളാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. ആന്ധ്രയിൽ നിന്നും ഓച്ചിറയിലേക്ക് കൊണ്ടുവന്ന കഞ്ചാവാണ് ആലപ്പുഴ തുമ്പോളി ജംഗ്ഷൻ സമീപം വെച്ച് എക്സൈസ് സംഘം പിടികൂടിയത്. ഇവർ സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വയനാട്ടിലുണ്ടായ ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ ഈ മാസം 10-ന് ആലപ്പുഴ പുന്നമടക്കായലിൽ നടത്താനിരുന്ന നെഹ്റു ട്രോഫി ജലോത്സവം മാറ്റിവെച്ചു. മുഖ്യമന്ത്രിയും ജില്ലയിലെ മന്ത്രിമാരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസേഴ്സിന്റെ അനാവശ്യ പീഡനത്തിനെതിരെ ഓൾ കേരള ഫിഷ് മർച്ചന്റ് അസോസിയേഷൻ രംഗത്ത്. ജില്ലാ നിയമസേവന അതോറിറ്റിയും താലൂക്ക് നിയമസേവന അതോറിറ്റിയും പാരാ ലീഗൽ വോളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുന്നു. നിസ്വാർത്ഥ സേവന മനസ്ഥിതിയുള്ളവർക്ക് അപേക്ഷിക്കാമെന്ന് അധികൃതർ അറിയിച്ചു. കഥാകാരിയും KGO അംഗവുമായ M. മഞ്ജുവിൻ്റെ ജലപന്ത് എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്തു. ആലപ്പുഴ കയർക്രാഫ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മന്ത്രി P. രാജീവ് കഥാകൃത്ത് PJ ആന്റണിക്ക് പുസ്തകം നൽകി പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 5 ലക്ഷം രൂപ ജില്ലാ കളക്ടർക്ക് കൈമാറി. ദുരന്തബാധിത പ്രദേശത്തെ ജനതയ്ക്ക് കൈത്താങ്ങാകുവാനായിട്ടാണ് തുക കൈമാറിയത്. വാർത്തകൾ വിശദമായി. ആലപ്പുഴയിൽ വൻ കഞ്ചാവ് വേട്ട. 18 കിലോ കഞ്ചാവുമായി 3 യുവാക്കളാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. ആന്ധ്രയിൽ നിന്നും ഓച്ചിറയിലേക്ക് കൊണ്ടുവന്ന കഞ്ചാവാണ് ആലപ്പുഴ തുമ്പോളി ജംഗ്ഷൻ സമീപം വെച്ച് എക്സൈസ് സംഘം പിടികൂടിയത്. ഇവർ സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആലപ്പുഴ തുമ്പോളിയിൽ എക്സൈസ് സംഘത്തിന്റെ വൻ കഞ്ചാവ് വേട്ട. കാറിൽ കടത്തുകയായിരുന്ന 18 കിലോ കഞ്ചാവുമായി 3 യുവാക്കളാണ് എക്സൈസ് സംഘത്തിന്റെ പരിശോധനയിൽ പിടിയിലായത്. സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ ആലപ്പുഴ തുമ്പോളി ജംഗ്ഷൻ സമീപം നടത്തിയ പരിശോധനയിലാണ് കരുനാഗപ്പള്ളി ആലുംകടവ് സ്വദേശികളായ അലിഫ്, മുഹമ്മദ് ബാദുഷ, അജിത്ത് എന്നിവരെ കഞ്ചാവുമായി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. ആന്ധ്രയിൽ നിന്നും ഓച്ചിറയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന കഞ്ചാവാണ് അതിവിദഗ്ധമായി സംഘം പിടിച്ചെടുത്തത്. 18 കിലോയോളം കഞ്ചാവ് കൂടാതെ പ്രതികൾ സഞ്ചരിച്ച കാറും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വയനാട്ടിലുണ്ടായ ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ ഈ മാസം 10-ന് ആലപ്പുഴ പുന്നമടക്കായലിൽ നടത്താനിരുന്ന നെഹ്റു ട്രോഫി ജലോത്സവം മാറ്റിവെച്ചു. മുഖ്യമന്ത്രിയും ജില്ലയിലെ മന്ത്രിമാരുമായി നടത്തിയ ചർച്ചയിലായിരുന്നു തീരുമാനം. ഓഗസ്റ്റ് 10-ന് ആലപ്പുഴ പുന്നമടക്കായലിൽ നടത്താനിരുന്ന നെഹ്റു ട്രോഫി ജലമേള മാറ്റിവെച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ജില്ലയിലെ മന്ത്രിമാരായ P. പ്രസാദും സജി ചെറിയാനും നടത്തിയ കൂടിയാലോചനയിലാണ് വള്ളംകളി മാറ്റിവെക്കാൻ തീരുമാനമെടുത്തത്. തുടർന്ന് കളക്ടറേറ്റിൽ നെഹ്റു ട്രോഫി സബ് കമ്മിറ്റി യോഗം ചേർന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസാണ് ഇക്കാര്യം അറിയിച്ചത്. ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസേഴ്സിന്റെ അനാവശ്യ പീഡനത്തിനെതിരെ ഓൾ കേരള ഫിഷ് മർച്ചന്റ് അസോസിയേഷൻ രംഗത്ത്. ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസേഴ്സിന്റെ അനാവശ്യ പീഡനത്തിനെതിരെ ഓൾ കേരള ഫിഷ് മർച്ചന്റ് അസോസിയേഷൻ രംഗത്ത്. ഫോർമാലിൻ ചേർക്കുന്നുവെന്ന് ആരോപിച്ച് നിത്യവും മത്സ്യവുമായി എത്തുന്ന വാഹനങ്ങൾ പരിശോധിക്കുകയും മത്സ്യങ്ങൾ അനാവശ്യമായി നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് വലിയ വെല്ലുവിളിയാണ് ഈ മേഖലയിൽ ഉണ്ടാക്കുന്നതെന്നും ഹാർബറുകളിൽ നിന്നും ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ടുവരുന്ന മത്സ്യങ്ങളാണ് റോഡിൽ തടഞ്ഞു നിർത്തി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ ജില്ലയിൽ പുന്നപ്പുറയിൽ നിന്ന് കഴിഞ്ഞ 30-ാം തീയതി വൈകിട്ട് തൊടുപുഴ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന 4 വാഹനത്തിൽ വന്ന മത്സ്യം ഇടുക്കി ജില്ലയിലെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർമാരായ ശ്രീ ഉണ്ണികൃഷ്ണൻ, അജിത എന്ന് പറഞ്ഞ ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർമാർ രാത്രി 8-8:30 മണിയായപ്പോഴേക്കും മാർക്കറ്റിൽ വന്നു. ഈ മത്സ്യം പരിശോധിച്ചതിൽ ഫോർമാലിൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, സംശയമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരിശോധിച്ചതിൽ അവരുടെ കൈവശമുള്ള മൊബൈൽ ലാബ് വഴിയുള്ള ടെസ്റ്റ്, നേരത്തെയും ഞങ്ങൾ ആരോഗ്യമന്ത്രിയുമായിട്ടും ഫിഷറീസ് മന്ത്രിയുമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് സർക്കാർ സ്ഥാപനങ്ങളിലെ ടെസ്റ്റുകൾ മാത്രമേ നമ്മൾ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതുപ്രകാരം ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. മത്സ്യത്തിൽ ഫോർമാലിൻ കലർത്തുന്നത് തങ്ങൾ ഒരിക്കലും അനുകൂലിക്കുന്ന ഒന്നല്ല എന്നും, എന്നാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തുറമുഖങ്ങളിലും മറ്റു മത്സ്യ മൊത്ത കച്ചവട കേന്ദ്രങ്ങളിലും പരിശോധനാ സംവിധാനം തുറന്നാൽ തീരുന്ന പ്രശ്നമേ ഇപ്പോഴുള്ളൂവെന്നും ഭാരവാഹികൾ പറഞ്ഞു. അനാവശ്യമായ പരിശോധന മൂലം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടാക്കുന്നത് കൂടാതെ
വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വലിയ പ്രയാസങ്ങളും ഉണ്ടാക്കുന്നുവെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. അസോസിയേഷൻ പ്രസിഡന്റ് വി അനിൽ, CH സാലി, I സത്താർ, സലീം മൂവാറ്റുപുഴ, നിസാർ മുഹമ്മദ്, CM ഷാജഹാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ജില്ലാ നിയമസേവന അതോറിറ്റിയും താലൂക്ക് നിയമസേവന അതോറിറ്റിയും പാരാലീഗൽ വോളണ്ടറിമാരെ തിരഞ്ഞെടുക്കുന്നു. നിസ്വാർത്ഥ സേവന മനസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാമെന്ന് അധികൃതർ അറിയിച്ചു. ജില്ലാ നിയമസേവന അതോറിറ്റിയും താലൂക്ക് നിയമസേവന അതോറിറ്റിയും പാരാലീഗൽ വോളണ്ടറിയർമാരെ തിരഞ്ഞെടുക്കുന്നു. നിസ്വാർത്ഥ സേവന മനസ്ഥിതിയുള്ള സർവീസിലുള്ളവരോ വിരമിച്ചവരോ ആയ അധ്യാപകർ, വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥർ, MSW നിയമ വിദ്യാർത്ഥികൾ, അങ്കണവാടി പ്രവർത്തകർ, ഡോക്ടർമാർ, വിദ്യാർത്ഥികൾ, രാഷ്ട്രീയ ചായ്വില്ലാത്ത സർക്കാരിതര സംഘടനകളിലെ സജീവ പ്രവർത്തകർ എന്നിവർക്ക് അപേക്ഷിക്കാം. 10ാം ക്ലാസ്സാണ് മിനിമം വിദ്യാഭ്യാസ യോഗ്യത. നിലവിൽ സേവനമനുഷ്ഠിക്കുന്നവർ കഴിഞ്ഞ ഒരു കൊല്ലത്തെ വ്യക്തിഗത പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയോ താലൂക്ക് നിയമസേവന അതോറിറ്റി സെക്രട്ടറിയോ സാക്ഷ്യപ്പെടുത്തിയ റിപ്പോർട്ട് അപേക്ഷയോടൊപ്പം നൽകണം. അപേക്ഷകരെ നിയമാനുസരണം തിരഞ്ഞെടുത്ത് പരിശീലനം നൽകും. നിശ്ചിത പ്രവർത്തനത്തിലുള്ള അപേക്ഷകൾ ഈ മാസം 9 വൈകുന്നേരം 5 മുൻപായി ജില്ലാ താലൂക്ക് നിയമസേവന അതോറിറ്റി ഓഫീസുകളിൽ നൽകണം. അപേക്ഷാ ഫോറം ജില്ലാ താലൂക്ക് നിയമസേവന അതോറിറ്റി ഓഫീസുകളിൽ ലഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കഥാകാരിയും KGO അംഗവുമായ M മഞ്ജുവിൻ്റെ ജലപ്പന്ത് എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്തു. ആലപ്പുഴ കയർ ക്രാഫ്റ്റ് ഹാളിലായി സംഘടിപ്പിച്ച ചടങ്ങിൽ മന്ത്രി P രാജീവ് കഥാകൃത്ത് PJ ആന്റണിക്ക് പുസ്തകം നൽകി പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കഥാകാരിയും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ അംഗവുമായ M മഞ്ജുവിൻ്റെ ജലപ്പന്ത് എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്തു. ആലപ്പുഴ കയർ ക്രാഫ്റ്റ് കൺവെൻഷൻ സെൻറ്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വ്യവസായ കയർ നിയമവകുപ്പ് മന്ത്രി P രാജീവിൽ നിന്നും പ്രമുഖ കഥാകൃത്ത് PJ ആന്റണി പുസ്തകം ഏറ്റുവാങ്ങിയാണ് പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നടത്തിയത്. ചടങ്ങിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് IAS മുഖ്യാതിഥിയായിരുന്നു. നിരൂപകയും സാഹിത്യ അക്കാദമി അംഗവുമായ VS ബിന്ദു പുസ്തകം പരിചയപ്പെടുത്തി. ചിന്ത പബ്ലിക്കേഷൻസ് സബ് എഡിറ്റർ രാധാകൃഷ്ണൻ ചെറുവള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ബിജു X മലയിൽ, AILU ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, KGOA സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിജി സോമരാജൻ, ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അലിയാർ M മാക്കിയിൽ, KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CK ഷിബു എന്നിവർ സംസാരിച്ചു. കഥാകൃത്ത് M മഞ്ജു മറുപടി പ്രസംഗം നടത്തി. വളരെ ഏതൊരു പുസ്തകം എഴുതുന്ന ആളെ സംബന്ധിച്ചും ഇത്തരം ഒരു ചടങ്ങ് വളരെ സന്തോഷകരമായ ഒന്നാണ്. പുസ്തകം വളരെ ഒത്തിരിയൊന്നും സംസാരിക്കാൻ അറിയാവുന്ന ഒരാളല്ല ഞാൻ. എഴുതുക മാത്രമാണ്, എഴുതുകയും വായിക്കുകയാണ് പ്രധാനപ്പെട്ട എൻ്റെ മേഖലകൾ. അത് വളരെ ഗൗരവമായി തന്നെ എടുക്കുന്ന ആളും കൂടിയാണ്. ഒത്തിരി വായിക്കുകയും ഇത്തിരി എഴുതുകയും ചെയ്യുന്നു എന്ന് പറയുന്നതാവും ശരി. ഇത്തരം ഒരു ചടങ്ങിൽ നിൽക്കുമ്പോൾ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി രമേശ് ഗോപിനാഥ് ചടങ്ങിന് സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് KG പ്രശാന്ത് ബാബു ചടങ്ങിന് നന്ദിയും പറഞ്ഞു. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 5 ലക്ഷം രൂപ ജില്ലാ കളക്ടർക്ക് കൈമാറി. ദുരന്തബാധിത പ്രദേശത്തെ ജനതയ്ക്ക് കൈത്താങ്ങാവാനായിട്ടാണ് തുക കൈമാറിയത്. വയനാട് ചൂരമലയിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ അപകടത്തിൽപ്പെട്ടവർക്ക് സമാശ്വാസവുമായി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് രംഗത്തെത്തി. ദുരിതബാധിതരെ സഹായിക്കുന്നതിന്റെ ഭാഗമായി 5 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനയായി നൽകിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് മാതൃക തീർത്തത്. ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ്, BDO, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ചേർന്ന് കളക്ടറേറ്റിലെത്തി ചെക്ക് കൈമാറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴയിൽ വൻ കഞ്ചാവ് വേട്ട. 18 കിലോ കഞ്ചാവുമായി 3 യുവാക്കളാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. ആന്ധ്രയിൽ നിന്നും ഓച്ചിറയിലേക്ക് കൊണ്ടുവന്ന കഞ്ചാവാണ് ആലപ്പുഴ തുമ്പോളി ജംഗ്ഷൻ സമീപം വെച്ച് എക്സൈസ് സംഘം പിടികൂടിയത്. ഇവർ സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വയനാട്ടിലുണ്ടായ ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ ഈ മാസം 10-ന് ആലപ്പുഴ പുന്നമടക്കായൽ നടത്താനിരുന്ന നെഹ്റു ട്രോഫി ജലോത്സവം മാറ്റിവെച്ചു. മുഖ്യമന്ത്രിയും ജില്ലയിലെ മന്ത്രിമാരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം.
ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസേഴ്സിൻ്റെ അനാവശ്യ പീഡനത്തിനെതിരെ ഓൾ കേരള ഫിഷ് മർച്ചന്റ് അസോസിയേഷൻ രംഗത്ത്. ജില്ലാ നിയമസേവന അതോറിറ്റിയും താലൂക്ക് നിയമസേവന അതോറിറ്റിയും പാരാ ലീഗൽ വോളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുന്നു. നിസ്വാർത്ഥ സേവന മനസ്ഥിതിയുള്ളവർക്ക് അപേക്ഷിക്കാമെന്ന് അധികൃതർ അറിയിച്ചു. കഥാകാരിയും KGO അംഗവുമായ M. മഞ്ജുവിൻ്റെ ജലപന്ത് എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്തു. ആലപ്പുഴ കയർക്രാഫ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മന്ത്രി P. രാജീവ് കഥാകൃത്ത് PJ ആന്റണിക്ക് പുസ്തകം നൽകി പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 5 ലക്ഷം രൂപ ജില്ലാ കളക്ടർക്ക് കൈമാറി. ദുരന്തബാധിത പ്രദേശത്തെ ജനതയ്ക്ക് കൈത്താങ്ങാകുവാനായിട്ടാണ് തുക കൈമാറിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.